നമസ്കാരം. ശരണം ശബരിഗിരീശം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്നോടൊപ്പം ഇന്നും നമ്മുടെ പ്രസിദ്ധനായ മുൻ ശബരിമല മേൽശാന്തി, താന്ത്രിക പണ്ഡിത പ്രജ്ഞനായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിയാണ് ശ്രീ തെക്കേടത്തുമന വിഷ്ണു നമ്പൂതിരി അവർ. സ്വാഗതം സ്വാമി ശരണം. നമ്മൾ ശബരിമലയെക്കുറിച്ച് ഒരുപാട് നമ്മൾ സംസാരിച്ചു. അങ്ങയുടെ ഒരുപാട് അനുഭവം, ശബരിമലയുടെ പ്രത്യേകതകൾ, 18 മലകളുടെ 18 പടിയുടെ പ്രാധാന്യം ഒക്കെ നമ്മൾ ഒരുപാട് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ കൂടി കടന്നു പോകണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും അറിയാം. ഇപ്പം ശൈവ, വൈഷ്ണവ, ശാക്തേയമായ രീതിയിൽ ആരാധനകൾ ഉണ്ട്. അതിൽ പണ്ട് കാലത്ത് ഇതിപ്പം വീട്ടിലൊക്കെ തെക്കതായി വെച്ച് ആചരിച്ചിരുന്ന കാലമുണ്ട്. അതിനുശേഷം പൂജാമുറി മാത്രമായി ആചരിച്ചിരുന്ന കാലം, പിന്നെ അത് മാറ്റി വിഗ്രഹപ്രതിഷ്ഠയായി ഈ ആലയങ്ങളെ ശരിക്കും മാറ്റി ഒരു ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലേക്ക് വന്നു. ശരിക്കും പറയണമെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ അഭിപ്രായം തിരുമേനിയോട് പറഞ്ഞിട്ട് അത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ പരദേവതകളെ ഒരുമിച്ചിരുത്തി ഒരു തെക്കത് രൂപത്തിൽ പൂജിക്കുന്നതിന് ഒരു അമ്പലമാക്കുമ്പം അതിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആധികാരികമായി ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം. തിരുമേനി, അത് പ്രധാനമായിട്ട് പറയേണ്ടത്, ഒന്ന്, ഈ തെക്കത് രൂപത്തിൽ ആചരിച്ചതിനെ അമ്പലമാക്കണോ? 2, ഈ ആരാധനാക്രമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് വളരെ വിശദമായി ഒന്ന് പ്രതിപാദിക്കണം. പുരാണ കാലഘട്ടം മുതൽ തന്നെ എല്ലാ കുടുംബങ്ങളിലും ഒരു ഭരദേവതാ സങ്കല്പം നിലനിന്ന് വന്നിരുന്നു. ഈ ഭരദേവതാ സങ്കല്പത്തിനെ പല രീതിയിലാണ് ആചരണങ്ങളും നടത്തിയിരുന്നത്. അതായത് ചില കുടുംബങ്ങളിൽ ഭരദേവതകളെ സ്വന്തം വീടിനകത്ത് പ്രത്യേകം തേവാരപ്പരയോ അല്ലെങ്കിൽ അറപ്പുര എന്നുള്ളതായ സങ്കല്പത്തിൽ അവിടെ വെച്ച് ആചരിച്ചു പോകുന്നു. ചില വീടുകളിൽ, ചില ഹിന്ദു ഭവനങ്ങളിലൊക്കെ അതിനെ പ്രത്യേകമായിട്ട് വീടിൻ്റെ പുറത്തായി ഏതെങ്കിലും ഒരു സ്ഥാനനിർണ്ണയം ചെയ്ത്, സാധാരണഗതിയിൽ അത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശത്താണ് വരിക, അവിടെ പ്രത്യേകമായി ഒരു തച്ചുശാസ്ത്രം അനുസരിച്ചുള്ള കണക്കിൽ ഒരു ആലയം പണിഞ്ഞ് അവിടെ വെച്ച് ആചരിച്ചു പോന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ആചരിക്കുന്നതിനെ ദേശാചാരത്തിൽ പല രീതിയിൽ അറിഞ്ഞിരുന്നത്. തെക്കൻ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലുമൊക്കെ തെക്കത് എന്ന്, തെക്ക് സൈഡിൽ വരുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ തെക്കത് എന്ന് പറയും. മധ്യ കേരളത്തിൽ കുരിയാല എന്നൊക്കെ സങ്കല്പത്തിൽ പറയും. ഉത്തര കേരളത്തിലൊക്കെ പോകുമ്പോൾ അതിന് കളരി എന്നുള്ള രൂപത്തിലായി. അങ്ങനെ പല നാമധേയത്തിലാണെങ്കിലും ഇതിങ്ങനെ വെച്ച് ആചരിച്ചു പോകുന്നു. അതിൽ ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും ശാക്തേയമായിട്ടും ഒക്കെ ആചരിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഭരദേവതമാരെ ഒരു ആലയത്തിൽ തന്നെ വെച്ച് ആചരിച്ചു പോരുന്നൊരു സമ്പ്രദായം നിലനിന്ന് വന്നിരുന്നു. കാലാനുഗതിയിൽ ഇടക്കാലഘട്ടത്തിൽ ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു അപജയം സംഭവിക്കപ്പെട്ടു. ഒരു പരിധിവരെ ആരാധനാമൂർത്തികളെയെല്ലാം ഹിന്ദുക്കൾ മറന്നു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊരു സത്യം തന്നെയാണ്. അതിൽ നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. അതിൻ്റേതായ അപജയങ്ങൾ ആ ഭവനങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും. അതിൽ നിന്നൊരു മോചനമെന്ന രീതിയിൽ മാറ്റം വരുത്തണം എന്ന് അവർ തന്നെ മനസ്സിൽ തോന്നുകയും അതിന് പ്രകാരം മാറ്റം പരിവർത്തനത്തിലൂടെ എടുക്കാം എന്ന് നോക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ആചരിച്ചു പോരുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. അതെ. പക്ഷേ അതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ച് ക്ഷേത്രങ്ങളായോ അല്ലെങ്കിൽ പ്രത്യേകം ശ്രീകോവിലുകളായൊക്കെ നിർമ്മിച്ച് അങ്ങനെ പ്രതിഷ്ഠിച്ച് ആചരിക്കാം എന്ന് ഒരു മനസ്സിൽ തോന്നലുണ്ടാകുകയും ആ കാലഘട്ടത്തിൽ തന്നെയാണ് പല വലിയ ക്ഷേത്രങ്ങളിലും കുടുംബം വകയാണ് എന്നുള്ളതാണ് ഇന്നും നമുക്ക് അറിയാവുന്നതാണ്. പല മഹാക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നതെല്ലാം തന്നെ പൊതുവല്ലാതെ കുടുംബത്തിൻ്റെ അധീനതയിൽ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രേരണയായിരിക്കണം. അങ്ങനെ പല കുടുംബക്കാരും പരദേവതമാരെ പ്രത്യേകം ആലയം നിർമ്മിച്ച് ക്ഷേത്ര രൂപേണ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിച്ചു. എല്ലാവരുമില്ല, കുറച്ച് പേർ. അങ്ങനെ വന്നപ്പോൾ അതിന് ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ദേവിമാരുടെയും ദേവന്മാരുടെയൊക്കെ ഹിതം നോക്കി അങ്ങനെയാണ് ക്ഷേത്രങ്ങളായി അത് പരിണമിച്ചത്. പക്ഷേ ക്ഷേത്രങ്ങളായി പരിണമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആരാധനാക്രമത്തിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം ഒക്കെ ബോധ്യപ്പെട്ടത്. അതൊരു പക്ഷേ
പലർക്കും ഇതിനെക്കുറിച്ച് അജ്ഞത കൊണ്ടാണ്. കാരണം പരദേവതമാരെ എപ്പോഴും സ്വഭവനത്തിലോ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള സ്ഥലത്ത് എല്ലാവരെയും സങ്കല്പിച്ച് പൂർവാചാരത്തിൽ ചെയ്തു പോരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതും ഉത്തമവും. പക്ഷെ അതിൽ നിന്ന് മാറ്റം അവരാഗ്രഹിച്ചു, അതിൻ്റെ പുറത്ത് അത് തുടങ്ങി തിരിച്ചു. പക്ഷേ പിന്നീട് അത് ആചരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരാചരണം അല്ലെങ്കിൽ ആചാരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നിലോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ പോകാറുമില്ല. പോകുന്നത് ഒരു നല്ല കീഴ്വഴക്കവുമല്ല. ആരാധനാക്രമങ്ങളിൽ ഏറ്റവും കുറച്ച് തീരുമാനിക്കുക, പറ്റുന്നതിന് പരമാവധി ചെയ്യുക, അതാണ് അതിൻ്റെ ഉത്തമം. തീരുമാനിക്കുന്നത് എപ്പോഴും കുറച്ചായിരിക്കണം. അതറിയാതെ പല കുടുംബത്തിലുള്ള പരദേവതമാരെയും ക്ഷേത്രങ്ങളായി പരിവർത്തനം ചെയ്തു. ചിലതൊക്കെ ഭംഗിയായി നടന്നു പോരുന്നുണ്ട്, ചിലതൊക്കെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു കുരിയാല അല്ലെങ്കിൽ തെക്കത് അല്ലെങ്കിൽ കളരി എന്നുള്ള രീതി പരദേവത ആലയമായിട്ട് അല്ലെങ്കിൽ തേവാരപ്പുരയായിട്ടൊക്കെ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ അതിന് കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ താന്ത്രിക വിധാനമനുസരിച്ച് പൂജാവിധികൾ പഠിച്ചവരോ ഒക്കെ ആണെങ്കിലും ഒരു പക്ഷേ അവർ തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ ദിവസം പറ്റിയെങ്കിൽ ദിവസം, അല്ലെങ്കിൽ ഒരു വാരത്തിലൊരിക്കൽ, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അല്ല എങ്കിൽ മാസത്തിലൊരിക്കൽ, അങ്ങനെ അല്ലെങ്കിൽ വർഷത്തിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് തീരുമാനിച്ച് പൂജാദികൾ നടത്തുകയും വളരെ ലഘുവായ രീതിയിൽ വിളക്ക് കൊളുത്തുക, നമസ്കരിക്കുക, നാമം ചൊല്ലുക, ഇതെല്ലാം അനുഷ്ഠിച്ചു പോരുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ഷേത്രമായി മാറ്റിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച് ബിംബം ഉണ്ടെങ്കിലും ബിംബമില്ലെങ്കിലും ഏത് ഉപാധിയിലാണെങ്കിലും ക്ഷേത്രമായി അത് ആചരണം തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും വിധിപ്രകാരം എന്നും പൂജ നിർബന്ധമാണ്. പക്ഷേ ഇന്ന് കാലം കൊണ്ട് ഇത് സാധിക്കാത്തത് കൊണ്ട് അതിന് ലോഭം വരുത്തി അത് വാരത്തിലൊരിക്കലും മാസത്തിലൊരിക്കലുമായിട്ടൊക്കെ കുറച്ചിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ആചരണത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക ബാധ്യതകളും ഇതെല്ലാം കൂടെ ഇന്ന് പലർക്കും അത് വേണ്ട രീതിയിൽ അത് പരിപാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ചിലതൊക്കെ ഭംഗിയായി ഇന്ന് നടന്നു വരുന്നുമുണ്ട്. അതുതന്നെയാണ് എപ്പോഴും ഇനി മനസ്സിലാക്കേണ്ടത്. ഇനിയും ആ പഴയ രീതിയിൽ ആചരിച്ചിരുന്ന പഴയ തെക്കതുകളും കുരിയാലകളും ഒന്നും അധികമില്ല. ഇന്നെല്ലാം ക്ഷേത്രങ്ങളായി മാറിക്കഴിഞ്ഞു. ഇനി ഉള്ളതെങ്കിലും ദയവായി അവർ മനസ്സിലാക്കേണ്ടത്, എത്ര സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടെങ്കിലും നമ്മുടെ പരദേവതമാരെ അത് അതേ രീതിയിൽ തന്നെ പൂർവിക ആചാരമനുസരിച്ച് ആരാധിച്ചു പോരുന്നതിനാണ് എപ്പോഴും നല്ലതും അഭികാമ്യവും അതിൻ്റെ വൈശിഷ്ട്യത എന്നും നിലനിന്ന് പോരുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളിലൊരു വ്യക്തത നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് വേണം. ഒന്ന്, അങ്ങ് പല പ്രാവശ്യം ഞാനും അങ്ങും തന്നെ സൂചിപ്പിച്ച പരദേവത. രണ്ട്, തേവാരം. ഇത് രണ്ടും തമ്മിൽ എന്താണ്? പരദേവത എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം സൂചിപ്പിച്ചു കഴിഞ്ഞു. പരദേവത എന്നാൽ നമ്മളെ രക്ഷിക്കേണ്ട ദേവതയല്ലേ? അതെ. അതുപോലെ തേവാരം എന്ന് പറയുന്ന പ്രത്യേകത കൂടി. അതായത് പരദേവത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് വളരെയധികം പൗരാണിക കാലഘട്ടം മുതൽ ആ കുടുംബം ഒരുപക്ഷെ ഉണ്ടായ കാലം മുതൽ തന്നെ നമുക്ക് പറയാം. ആ കാലഘട്ടത്തിൽ പൂർവികർ വിശ്വസിച്ച് ആചരിച്ചു പോന്നിരുന്ന ദേവതമാരെയാണ് പരദേവത എന്ന് പറയുക. അതാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. അല്ല, ദേവന്മാരും എല്ലാം രക്ഷിക്കാൻ തന്നെയാണ്. പക്ഷേ എങ്കിലും വിശിഷ്യ ആ ദേവതമാർക്കാണ് നമ്മുടെ ആധികാരികമായിട്ട് അല്ലെ നമ്മുടെ ഒരു ആധാരശില എന്നുള്ള രീതിയിൽ നമ്മുടെ കുടുംബത്തെ മുഴുവനായി പരിപാലിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് പരദേവത. തേവാരമൂർത്തികളൊക്കെ നമ്മുടെ ഉപാസനയിലൂടെ നമ്മൾ അനവധി ദേവന്മാരെ നമ്മൾ ആചരണം തുടങ്ങും. അത് തേവാരമൂർത്തികളായിട്ട് പരിണമിക്കും. അങ്ങനെയുള്ള മൂർത്തിഭാവങ്ങളെയാണ് തേവാരങ്ങളായി വെച്ച് ആചരിച്ചു പോകുന്നു. അത് അടുത്ത തലമുറ വരുമ്പോൾ ആ തേവാരമൂർത്തികളെ അതേപോലെ നിലനിർത്തി ആചരിച്ചു പോരുന്നു. അങ്ങനെയാണ് തേവാരമെല്ലാം നിലനിന്ന് വന്നത്. പക്ഷേ തേവാരമൂർത്തിയും പരദേവതയും ഒന്ന് തന്നെ ആവുന്നവർ ധാരാളമുണ്ട്. പക്ഷേ തേവാരമൂർത്തികൾ സ്വന്തം ഭവനങ്ങളിലുണ്ടെങ്കിലും പരദേവത വേറെ സ്ഥാനമുള്ള സങ്കല്പങ്ങളും ധാരാളം ഭവനങ്ങളുമുണ്ട്. പക്ഷേ ഏതു തന്നെയാണെങ്കിലും നമുക്കറിയാം ഇതെല്ലാം ഈശ്വര വിശ്വാസം തന്നെയാണ്, ഈശ്വര സങ്കല്പം തന്നെയാണ്, ഈശ്വര ആരാധന തന്നെയാണ്. പക്ഷേ ഈ ആരാധനയ്ക്ക് ഓരോ ആരാധനാക്രമങ്ങൾക്കും ഓരോ സവിശേഷമായ രീതികളുണ്ട്. അതെല്ലാം പൂർവികർ നമുക്ക് ഒരുപക്ഷെ കാണിച്ചു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അതെല്ലാം അതേ രീതിയിൽ പരിപാലിച്ചു പോരുന്നതാണ് ഉത്തമം. ഇപ്പോൾ പല ജ്യോതിഷികളെയും സമീപിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ പരദേവത അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബദേവത ആരാണ് എന്ന്. ശരിക്കും അത്
ശരിയായ മാർഗം അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പൂർവികർ തന്നെ അങ്ങിപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ശരിയായ അടിത്തറ. നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്നത് അത് നമ്മളിലേക്ക് പകർന്ന് നൽകണം. പലരും അത് പറഞ്ഞു കൊടുക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആ രീതിയിൽ ആയിരിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ തെക്കതോ അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ കുരിയാലയോ കളരിയോ ഒക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് മൂർത്തികളെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ക്ഷേത്രം എന്നുള്ള രൂപം മാറുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠയല്ലേ പാടുള്ളൂ. അതല്ലേ അതിനകത്തുള്ള. അവിടെ ഒരു ആചാര്യൻ വേണം, പൂജാരി വേണം. ഇനി നിയമം മാറുന്നു, പിന്നെ പടിത്തരം വേണം, വ്യവസ്ഥകൾ വേണം, അനുഷ്ഠാനം ഉണ്ടായിരിക്കണം, പിന്നെ ഉത്സവം വേണം. ഇങ്ങനെ ഒരു ക്രമത്തിലല്ലേ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ രൂപഭാവം അല്ലെങ്കിൽ ഈ രൂപമാറ്റം വരുന്നത്. അത് കൂടി ഒന്ന് വ്യക്തമാക്കി തന്നാൽ വളരെ ഉപകാരം. അതായത് നമുക്കെല്ലാം പറ്റിയിട്ടുള്ള നമ്മുടെ സനാതനമായ ധർമ്മത്തിൽ, ഹിന്ദു ആരാധനാക്രമത്തിൽ നമുക്കെല്ലാം പറ്റിയിട്ടുള്ള ഒരു വലിയ അപജയം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, സന്ധ്യാദീപം കൊളുത്തി സന്ധ്യയ്ക്ക് നാമം ജപിക്കുക അല്ലെങ്കിൽ കീർത്തനങ്ങൾ ചൊല്ലുക എന്നൊരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. ഇന്ന് പല ഭവനങ്ങളിലും അതുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ജോലിഭാരം കൊണ്ടാവാം, ജോലി തിരക്ക് കൊണ്ടാവാം, അറിവില്ലായ്മ കൊണ്ടാകാം, ഒരുപക്ഷെ അവിവേകം ഉണ്ടാവാം. അല്ല, അതുപോലെ തന്നെ കുടുംബവും ചെറുതായി. അതെ, അങ്ങനെ വന്നപ്പോൾ പണ്ടേ കാലത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും കൂടി ഇരുന്ന് തേവാരപ്പരയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധനാമൂർത്തിയുടെ മുമ്പിലോ, ഇതൊന്നുമില്ലെങ്കിൽ തളത്തിലോ ഉമ്മറത്തോ അറപ്പുരയ്ക്ക് മുൻപിലോ ഒക്കെ ഇരുന്ന് എല്ലാവരും കൂടെ സന്ധ്യാനാമം ജപിക്കുന്ന ഒരു സവിശേഷമായ ഒരു രീതി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എൻ്റെയൊക്കെ കൊച്ചുനാളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. എൻ്റെ മുത്തശ്ശനോടൊപ്പം ഇരുന്ന് ഞാൻ ജപിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, അവരവരുടെ കുലധർമ്മങ്ങളും അവരവരുടെ കുലത്തിൽ ആചരിക്കപ്പെടേണ്ട രീതികളുമെല്ലാം അന്ന് പകർന്നു കൊടുത്തിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. അതില്ലാതായിരിക്കുന്നത് ഇടക്കാലത്ത് വന്ന തലമുറ അത് പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് പലർക്കും അതുകൊണ്ടാണ് അവരുടെ ഭരദേവത എന്ന് പറയുന്ന ഏത് സങ്കല്പമാണെന്നും അല്ലെങ്കിൽ അവർ ആരാധിക്കപ്പെടേണ്ട ദേവൻ ആരാണെന്നും ഒക്കെ ഇന്ന് പലരും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഏറ്റവും എളുപ്പം ഏത് ദേവതയെ കിട്ടും അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് എന്ത് പെട്ടെന്ന് നടക്കുമെന്നുള്ള രീതിയിൽ ആൾക്കാർ കാര്യസാധ്യത്തിന് വേണ്ടി ദേവന്മാരുടെ പുറകെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ദേവൻ്റെ അടുത്ത് കാര്യസാധ്യമല്ല വേണ്ടത്. ശാന്തിയും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം, നമ്മുടെ സംസ്കാര ഉന്നമനത്തിന് വേണ്ടി, എല്ലാ സമൃദ്ധിയോടെ നമ്മുടെ സംസ്കാരവും കുടുംബവും എല്ലാം നിലനിൽക്കാൻ വേണ്ടി നമുക്കെപ്പോഴും ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി പോകുവാൻ വേണ്ടിയുള്ള ഒരു സന്ദേശവും അതിനുള്ളൊരു പ്രേരണയുമാണ് ഈ ഈശ്വരവിശ്വാസങ്ങളെല്ലാം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിലെല്ലാം ഇതിലൊക്കെ തീർച്ചയായിട്ടും ഇതിലൊക്കെ പങ്കാളികളായി നാമജപത്തിലും ഒക്കെ ഇനിയുള്ള കാലഘട്ടമെങ്കിലും അത് ശ്രമിക്കണം. അതിന് ഇന്നിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഭരദേവത പ്രീതി വരുത്തണം അല്ലെങ്കിൽ ഭരദേവതയുടെ അപ്രീതി ഉണ്ടെന്ന് മനസ്സിൽ തോന്നിയിട്ടാവണം പലരും ഏതെങ്കിലും ജ്യോതിഷിയുടെ അടുത്ത് ചെന്ന് നമ്മുടെ ഭരദേവതാ സ്ഥാനം ഏതെന്ന് കണ്ടുപിടിക്കും. ഒരു പരിധിവരെ അവർക്കും ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ജ്യോതിഷശാസ്ത്രപ്രകാരം 4-ാം ഭാവം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. മാതൃസ്ഥാനം വെച്ചാണ് ചിന്തിക്കുന്നത്. എല്ലാവർക്കും ആ മാതൃപരമ്പര ആയിരിക്കില്ല അനുശാസിച്ചിട്ടുള്ളത്. ചിലർക്ക് പിതൃപരമ്പരയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന ഒരാചരണം കൊണ്ട് നടക്കുമ്പോൾ കൃത്യമായി ഭരദേവത ഏതെന്ന് കണ്ടുപിടിച്ച് പറയുവാൻ ജ്യോത്സ്യന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ അത്രത്തോളം കഴിവും പ്രാവീണ്യമുള്ളവർ ചെയ്യുമായിരിക്കും, എനിക്കതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഇനിയുമെങ്കിലും നമ്മൾ അന്വേഷിച്ച്, നമ്മുടെ പൂർവികരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ചിട്ട് നമ്മുടെ ഭരദേവത ആരെന്ന് മനസ്സിലാക്കി അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും എവിടെയെങ്കിലും വ്യക്തമായി നമ്മൾ ആചരിക്കപ്പെടേണ്ട പ്രധാന ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളുമൊക്കെ നമ്മളൊരു ലഘു പുസ്തകമായി എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അതെ, തീർച്ചയായിട്ടും ആ അറിവ് നമ്മൾ എവിടെയെങ്കിലും പകർന്നു അങ്ങ് പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും ശരി. അതുമാത്രമല്ല, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ വൈദ്യശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം, തച്ചുശാസ്ത്രം, താന്ത്രിക ശാസ്ത്രം ഇതെല്ലാം അതിപ്രഗത്ഭന്മാരും അതിവിശേഷമായി കഴിവുള്ളവരും നമ്മുടെ കേരള നാട്ടിലുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ വിശിഷ്യ, വടക്കോട്ടും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതിൽ നിന്നെല്ലാം അന്യം നിന്ന് പോകുന്നതിന് പ്രധാന കാരണം അവർ ഭംഗിയായി അതെല്ലാം നടത്തിയിരുന്നു. പിൻതലമുറ അതിനോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരും അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് അന്യം നിന്ന് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയി. പക്ഷേ ചില ബുദ്ധിമാന്മാരായിട്ടുള്ള
ദീർഘവീക്ഷണമുള്ള ആചാര്യന്മാരായാലും ഈ ഉള്ളവരെല്ലാം തന്നെ ചിലരൊക്കെ അത് കുറിച്ച് വെച്ചിരുന്നു, അത് ആക്കി വെച്ചിരുന്നു. അതൊക്കെ ഇന്നും നിലനിന്ന് പോരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ല, പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ മുത്തച്ഛൻ്റെ സമ്പാദ്യമാണ്, എൻ്റെ മുത്തച്ഛൻ പകർന്നു വച്ചിരുന്നതാണ്, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് തേവാരം പൂജിക്കുന്നവരും ഒപ്പം തന്നെ ഈ തെക്കതുപോലുള്ള ആചരണം നടത്തുന്നവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അതിനേക്കാൾ ഉപരി ഇപ്പം നമ്മളൊരു തെക്കത് ക്ഷേത്രത്തിലേക്ക് മാറ്റുമ്പോൾ, ഇപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ഒരു ഓപ്പൺ ഇതായി പൊതുവായി മാറുന്നു. ക്ഷേത്രമെന്ന് പറയുമ്പോൾ അതൊരു പൊതുവ്യവസ്ഥിതിയായിട്ട് എല്ലാവർക്കും വന്ന് ആരാധിക്കുന്നതിനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ഒരാലയം അല്ലെങ്കിൽ ഒരു കേന്ദ്രമായി മാറുന്നു. നമ്മളീ പറയുന്ന സ്വന്തം ഭവനങ്ങളിൽ നിൽക്കുന്ന ഭരദേവതാലയമാണെങ്കിൽ എല്ലാവർക്കും ആരാധിക്കാം, തെറ്റില്ല. പക്ഷേ എങ്കിലും അതൊരു അനിവാര്യമല്ല, കുടുംബക്കാർക്ക് മാത്രമായി അത് തീരുമാനിക്കാം, കുടുംബക്കാർക്ക് അതിലൊരു അവകാശം. മറ്റേ ക്ഷേത്രമാകുമ്പോൾ പൊതു അന്തരീക്ഷത്തിൽ പോകേണ്ടതായി വരും. ആരാധനയ്ക്കെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, പക്ഷേ ഇതാകുമ്പോൾ അതുണ്ടാവില്ല. അതാണ് വ്യത്യാസം. അല്ല, ഇതിനകത്ത് ഇപ്പം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങ് ഒരുപാട് ക്ഷേത്രത്തിലെ ആചാര്യനാണ്, അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് അങ്ങേക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. ഒരു ക്ഷേത്രം ആകുമ്പോൾ ആ ക്ഷേത്രത്തിനുള്ള വ്യവസ്ഥകൾ മുഴുവൻ പാലിക്കപ്പെടണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആചാര്യൻ മസ്റ്റാണ്, അല്ലേ? ആചാര്യ തപസ്സാം എന്ന് തുടങ്ങുന്ന ഇത് തന്നെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധികളിൽ 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി നടക്കുന്നു. അതിനുശേഷം അവിടെ പൂജാരി വേണം, അതിനുശേഷം നിത്യനിധാനങ്ങൾ അവിടെ നടക്കണം, പടിത്തരം, ഒരു വ്യവസ്ഥിതി വേണം, വ്യവസ്ഥ, പടിത്തരം, അതുപോലെ തന്നെ എല്ലാം ഉണ്ടാകണം. അത് ശരിക്കും പരിപാലിക്കാൻ ഈ തെക്കതിൽ നിന്ന് ഉയർന്നു വരുന്ന ക്ഷേത്രങ്ങൾക്ക് കഴിയുമോ? എല്ലാവർക്കും കഴിയണമെന്നില്ല. ഒന്ന്, ഇതിനെല്ലാം ഒരു വലിയ വിശേഷം, ഇന്ന് അതിനെ നമ്മൾ പരിപാലിച്ചു പോകുന്നതിനുള്ള ദ്രവ്യങ്ങളും അതിനുള്ള സാമഗ്രികളും അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഭദ്രതയും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതെല്ലാം ഉള്ളിടത്ത് ഇപ്പോഴും അത് പരിപാലിച്ചു പോരാൻ തെക്കതായിരുന്ന കാലഘട്ടത്തിലും ക്ഷേത്രമായപ്പോഴും അവർക്ക് സാധിക്കുന്നുണ്ട്. അത് ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആറ്റുകാൽ ദേവീക്ഷേത്രം. തീർച്ചയായിട്ടും ഇപ്പോഴും കുടുംബത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്നൊരു ക്ഷേത്രമാണ്. അത് അന്നത്തെ അവരുടെ ഒരു കാലഘട്ടത്തിലെ ആ ആരാധനാമൂർത്തിയുടെ ആ തെക്കതോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അതിൽ നിന്ന് ഇന്നിത്രത്തോളം അതിമഹത്തരമായൊരു മഹാക്ഷേത്രമായി പരിണമിച്ചപ്പോഴും അവർക്കത് നിലനിർത്താൻ സാധിക്കുന്നത് ആ കുടുംബത്തിൽപ്പെട്ട ആ സംഘാടകരുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്, ദീർഘവീക്ഷണമാണ്. അതുകൊണ്ട് സാധിച്ചു. അപ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തവും കൂടി വന്നു, പരിപാലിക്കാൻ സാധിക്കുന്നുണ്ട്, ഭംഗിയായി നടത്താൻ സാധിക്കുന്നു. അതേപോലെ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം നാട്ടുപ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നും വളരെയധികം ശോച്യാവസ്ഥയിൽ ഒരു നേരത്തെ തിരി കത്തിക്കുവാൻ പോലും സാധ്യമല്ലാത്ത അനവധി ആലയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം പൗരാണികത്വം നോക്കിയാൽ ഏതെങ്കിലും കുടുംബത്തിൻ്റെ വകയായിരുന്ന ഈ പറഞ്ഞ തേവാരമൂർത്തിയോ അല്ലെങ്കിൽ ഭരദേവതാമൂർത്തിയോ ആയിരുന്നിരിക്കണം. അതേതോ അടുത്ത കാലഘട്ടത്തിൽ മാറ്റം വന്നു, ഇന്ന് അത് പരിപാലിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവികമായി നമ്മുടെയൊക്കെ ഇല്ലങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം പരിപാലിച്ചു പോരുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഇല്ലങ്ങളിൽ എനിക്കറിയാം, എനിക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ആദ്യം ഈ പാഠങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയത് എൻ്റെ ആരാധ്യനായ അച്ഛൻ്റെ മുത്തശ്ശൻ, എട്ടുകുരുത്തിൽ നീലമന എന്ന് പറയുന്ന സ്ഥലത്തെ അച്ഛൻ്റെ മുത്തശ്ശനാണ്. അപ്പോൾ എത്രത്തോളം പ്രായമുണ്ടാവുന്ന അച്ഛൻ, ആ മുത്തശ്ശൻ്റെയൊക്കെ ആ ശിക്ഷണമാണ് ആദ്യം തുടങ്ങുന്നത്, 3 തലമുറയ്ക്ക് മുമ്പിൽ. അപ്പം കർക്കശമായ ശിക്ഷണമായിരുന്നു, ഭയമായിരുന്നു ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അതിനപ്പുറത്തില്ല, അദ്ദേഹത്തിനുമില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമില്ല, മക്കളുടെ മക്കൾക്കുമില്ല, പിന്നെ ഞങ്ങൾ അതിനേക്കാളും അപ്പുറത്ത് അടുത്തല്ല, കൊച്ചുമക്കൾക്ക് ഒട്ടുമില്ല. അങ്ങനെ കാർക്കശ്യ ബുദ്ധിയോടെ അന്ന് അദ്ദേഹം പരിപാലിച്ചു പോകുന്നതുകൊണ്ടാണ് ഇന്നൊരു പക്ഷേ ഇങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നൊരു എന്തെങ്കിലും പറയാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ, പേരപ്പൻ, അച്ഛൻ്റെ അമ്മാവൻ, ഇവരെല്ലാം എൻ്റെ ഗുരുക്കന്മാരായിട്ട് മാറുകയായിരുന്നു. അവർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ, അവർ മനസ്സിലാക്കി തന്ന വിഷയങ്ങൾ എല്ലാം നമുക്ക് പരിപാലിക്കേണ്ടി വന്നു. അതെല്ലാം നിർബന്ധ ബുദ്ധിയാണ്. പ്രത്യേകിച്ച് നാട്ടുംപുറത്തെ ഒരു ഇല്ലത്ത് അവിടെ പരിപാലിക്കേണ്ട വ്യവസ്ഥകൾ ഒരു സംശയമില്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും മറ്റുള്ള വിദ്യാഭ്യാസം നടത്തുന്ന കാലത്തും അവരവരുടെ അനുഷ്ഠാനങ്ങളും ആ കുടുംബത്തിൽ പാലിക്കപ്പെടേണ്ട കർമ്മങ്ങളിലും നിർബന്ധമായിട്ടും പരിപാലിച്ച് തന്നെ പോരണം. ആ നിർബന്ധ ബുദ്ധിയൊക്കെയാണ് ഇന്നും, ആ നിർബന്ധ ബുദ്ധി നമ്മളിലൂടെ പിന്തുടർന്നു പോരുന്നതും
അത് പരിപാലിച്ചു പോരാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ആത്മാർത്ഥമായി പറയാം, എൻ്റെ അടുത്ത തലമുറയ്ക്കും ഇതെല്ലാം ഞാൻ എൻ്റെ അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്കൊരു പരിധി വരെ അവർക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കും. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പണ്ട് ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. ഒരുപക്ഷെ 4 കെട്ടും 8 കെട്ടും അതിനോടനുബന്ധിച്ചുള്ള സകല ആചാരങ്ങളും എല്ലാം കൂടി ചേർത്തുള്ള ഇതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഈ അണുകുടുംബങ്ങളായി കുടുംബങ്ങളെല്ലാം ശോഷിച്ച് അണുകുടുംബങ്ങളായി മാറി. എന്നാലും ഇന്നും ഇപ്പം അങ്ങേപോലുള്ളവർ ഇന്നും തേവാരം നടത്തുന്നു. ഈ തേവാരത്തിലുള്ള കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു. അവരത് കൃത്യമായി പാലിക്കുന്നു. അത് തീർച്ചയായും എല്ലാ കുടുംബത്തിനും വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അതെ ഈ ഒരു മൂല്യച്യുതി സംഭവിച്ചതും. അതുമാത്രമല്ല, നമ്മുടെ വ്യവസ്ഥിതികൾ, നമ്മൾ പരസ്പര സ്നേഹമാണെങ്കിലും പലതും നമ്മൾ മറക്കുന്നു. സമൂഹത്തിലുണ്ടായ അപജയത്തിനൊക്കെ ഒരു പരിധിവരെ കാരണം ഞാനൊരു ഹിന്ദു പുരോഹിതനാണെങ്കിലും എല്ലാ വിശ്വാസികളോടും, ഹിന്ദു ആണെങ്കിലും മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട വിശ്വാസികളാണെങ്കിലും അവരവർ പാലിക്കപ്പെടേണ്ട, അനുഷ്ഠിക്കപ്പെടേണ്ട ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കർക്കശമായിട്ട് അവർ പാലിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പരിപാലിച്ചു വരുന്ന സമൂഹത്തിന് ഈ സമൂഹത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ സാധിക്കുമെന്നുള്ള സത്യമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പരസ്പര വൈര്യവും ഈ സമൂഹത്തിൽ നടക്കുന്ന പല ക്ഷുദ്ര പ്രയോഗങ്ങൾക്കും അല്ലെങ്കിൽ ക്ഷുദ്ര മനസ്സുകൾക്കുമൊക്കെ കാരണം അതുതന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമയപരിമിതി കൊണ്ട് നമ്മുടെ ഓരോ എപ്പിസോഡിനും തൽക്കാലം നിർത്തുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ സ്വാമിയേ ശരണം.